ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. 7:30 മണിക്ക് ഹസ്ബൻഡിന് ഓഫീസിൽ എത്തണം. അപ്പോൾ 7 മണിക്കുള്ളിൽ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും റെഡി ആവണം. അപ്പോൾ എൻ്റെ ലഞ്ചിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഒരു പ്രിപ്പറേഷൻ വീഡിയോ ആണ് ഇത്. ആദ്യമായിട്ട് ഞാൻ അമരപ്പയറും ക്യാരറ്റും കൂടി ഒരു വലിയ വാവട്ടമുള്ള പാത്രത്തിനകത്ത് വെള്ളമൊഴിച്ച് സ്റ്റാൻഡ് ഇറക്കി വെച്ചതിന് ശേഷം ഇതും വച്ച് മുരിങ്ങയിലയും കൂടി ഇറുത്ത് ക്ലീൻ ചെയ്ത് അതുകൂടി വെച്ച് 2 മുട്ട നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുകൂടി വെച്ച് കൊടുത്തു. ഇതാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. മുട്ട 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ എടുത്ത് മാറ്റും. ഇത് കഴിഞ്ഞതിന് ശേഷം 2 നെയ് കുമ്പളങ്ങ, ചെറിയ കുമ്പളങ്ങയാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. തോരനേക്കാളും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്യുന്നതാണ് നമുക്കിഷ്ടം. ചെറുതായിട്ട് കട്ട് ചെയ്ത് പച്ചമുളകും ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം അല്പം എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നല്ല നാടൻ വെളിച്ചെണ്ണ 1 സ്പൂൺ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യാറുള്ളത്. വളരെ കുറച്ച് സമയങ്ങളിലേ നമ്മൾ ഈ തോരൻ തയ്യാറാക്കാറുള്ളൂ കുമ്പളങ്ങയുടെ. ഇതുപോലെ തയ്യാറാക്കിയാൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അല്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ കുമ്പളങ്ങ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊരു പ്രാവശ്യം തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇത് കടായി ചൂടാക്കി എണ്ണ ഒഴിച്ച് 1 സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടിയിട്ട് താളിച്ച് ഇത് കൂടിയിട്ട് ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഇളക്കി എടുത്ത് ഇതാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മുരിങ്ങയില തോരൻ വെച്ചു. മുരിങ്ങയില ആവിയിലാണ് വേവിച്ചെടുത്തത്. കടായിയിലിട്ട് സാധാരണ വെളുത്തുള്ളിയും ജീരകവും ചെറിയ ഉള്ളിയും വറ്റൽമുളകും ജീരകവും എല്ലാം കൂടി ചതച്ച് തേങ്ങയും കൂടി ചതച്ചിട്ട് ഇളക്കി അങ്ങനെ ആണ് ഞാൻ സാധാരണ മുരിങ്ങയില തോരൻ വയ്ക്കാറ്. ഇത് ഒരു നെല്ലിക്ക ചമ്മന്തിയാണ്. 2 നെല്ലിക്കയും കാന്താരി മുളകും ഇഞ്ചിയും ഒരല്പം പുളിയും ചെറിയ ഉള്ളിയും 1 അല്ലി വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്താണ് ഞാൻ ഈ ചമ്മന്തി അരയ്ക്കാറ്. ഈ നെല്ലിക്ക ചമ്മന്തി ഞാൻ വ്യത്യസ്തമായിട്ട് 3-4 വെറൈറ്റിയിൽ ഞാൻ നെല്ലിക്ക ചമ്മന്തി തയ്യാറാക്കാറുണ്ട്. അതിൽ ഒരു ഐറ്റമാണ് ഈ നെല്ലിക്ക ചമ്മന്തി. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് നെല്ലിക്കയിൽ. അപ്പോൾ ഞാൻ നെല്ലിക്ക ചമ്മന്തി റെഡിയാക്കിയതിന് ശേഷം ഞാനൊരു ഹെർബൽ ടീ കൂടി തയ്യാറാക്കി. ഇത് മാക്സിമം ദിവസവും നമ്മുടെ വീട്ടിൽ രാവിലെ കുടിക്കുന്നത് ഈ ഹെർബൽ ടീ ആണ്. അപ്പോൾ ഹെർബൽ ടീ ഹസ്ബൻഡ് കൊണ്ടുപോകും. അതിനായിട്ട് ഹെർബൽ ടീ തയ്യാറാക്കി കുറച്ച് എനിക്ക് കുടിക്കാനായിട്ടും. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി തയ്യാറാക്കിയതിന് ശേഷം ഒരു മുട്ട കൂടി പൊരിച്ച് ഇതിലേക്ക് കുറച്ച് അല്പം ഷേഷ്വാൻ സോസ് ഉണ്ടായിരുന്നു. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ടൊമാറ്റോ സോസും നല്ലത് തന്നെയാണ്. കുറച്ച് ക്യാബേജും വലിയ സവാളയും തക്കാളി ക്യാരറ്റ് ഞാനിപ്പോൾ ഇതിൽ ഇല്ല. അല്പം കുരുമുളകും ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതുകൂടി പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതുകൂടി ഉള്ളിൽ വെച്ച് റാപ്പായിട്ട് അതുണ്ടാക്കി 1 ബോയിൽ മുട്ടയും കട്ടൻ കാപ്പിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുത്തത്. അപ്പോൾ ഇനി ലഞ്ച് പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഈ ഡ്രൈ ആയിട്ടുള്ള ഐറ്റം എല്ലാം ഞാൻ ഈ ചെറിയ ഒരു പാത്രത്തിൽ സെപ്പറേറ്റ് ഒരുപാട് പാത്രങ്ങൾ കൊണ്ടുപോകുന്നത് ഹസ്ബൻഡിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഈ ഒരു 30-35 വർഷം പഴക്കമുള്ള ഒരു ടിഫിനാണിത്. അതുകൊണ്ട് എല്ലാം കൂടി ഒത്താണ് ഞാൻ സാധാരണ പാക്ക് ചെയ്യുമ്പോൾ വയ്ക്കാറ്. ഒരുപാട് പാത്രങ്ങളൊക്കെ വെച്ച ചോറുണ്ണാനാണ് ഓഫീസിൽ പോകുന്നത് എന്നുള്ള ക്വസ്റ്റ്യനാണ് ഇങ്ങോട്ട് വരിക. പിന്നെ അത് കേട്ടത് കാരണം പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് പാത്രങ്ങൾ കൊടുക്കാറില്ല. ഇതൊരു മിക്സ് വെജിറ്റബിളാണ്. ക്യാരറ്റും മുള്ളങ്കിയും പപ്പായയും കൂടിയിട്ട് തയ്യാറാക്കിയ ഒരു അച്ചാറാണ്. സൂപ്പർ ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് കാണാവുന്നതാണ്. അപ്പോൾ കോഫിയും അതിൻ്റെ പാത്രത്തിൽ നിറച്ച് കോഫി ഇട്ടപ്പോൾ തന്നെ ഞാനത് പാത്രത്തിൽ നിറച്ചായിരുന്നു. ഇത് പഴയ മീൻകറിയാണ്. നമ്മുടെ മത്തിച്ചാള തലേദിവസത്തെ മീൻകറി ഹസ്ബൻഡിന് നല്ല ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനത് ബാഗിൽ വയ്ക്കാനായിട്ട് കൊടുക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയത് കൊടുത്തായിരുന്നു. ഹസ്ബൻഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ രാവിലത്തെ തയ്യാറാക്കൽ. മാക്സിമം കുക്കിങ്ങും ഞാൻ ഈ രീതിയിലൊക്കെയാണ് തയ്യാറാക്കാറ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഈ കുക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിലേക്ക് ഇറങ്ങി, വേറെ എന്തോ മറന്നുപോയി എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് അറിയിക്കുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. അതുവരേക്കും ടാറ്റാ.